Hi everyone, let us start with C++. എന്താണ് C++? USA-യിൽ ജാൻ സ്ട്രൗസ്ട്രപ്പ് ഡെവലപ്പ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് C++. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനോട് കൂടെ സിമുല 67ൻ്റെ ക്ലാസ് കൺസ്ട്രക്ട് ഫീച്ചറും കൂടി കമ്പൈൻ ചെയ്താണ് C++ ഡെവലപ്പ് ചെയ്തത്. ഈ പുതിയ ലാംഗ്വേജിനെ സി വിത്ത് ക്ലാസസ് എന്നാണ് ആദ്യം വിളിച്ചിരുന്നത്. പിന്നീടത് C++ ആയി മാറി. C++നെ സിയുടെ ഇൻക്രിമെൻറ്റഡ് വേർഷൻ എന്ന് വിളിക്കാം. സിയുടെ സൂപ്പർ സെറ്റാണ് C++. ഏത് ലാംഗ്വേജിനെയും പോലെ C++ൽ യൂസ് ചെയ്യാവുന്ന ആൽഫബറ്റ്സും വേർഡ്സും ഒക്കെയുണ്ട്. നമുക്കതൊന്ന് നോക്കാം. C++ character set or alphabets of C++ language. Character set is a set of valid characters that a language can recognize. ഒരു ലാംഗ്വേജിന് തിരിച്ചറിയാൻ പറ്റുന്ന സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് അതിൻ്റെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. C++ ക്യാരക്ടർ സെറ്റിൽ ലെറ്റേഴ്സ് A to Z, ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും, ഡിജിറ്റ്സ് 0 to 9, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പ്ലസ്, മൈനസ്, സ്ലാഷ്, ബാക്ക്സ്ലാഷ്, colon, semicolon, brackets, etc. White spaces, blank space, horizontal tab, new line, etc. Other characters, non-graphic symbols, ASCII characters. Tokens or words. Tokens are the smallest individual units of a program. ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും ചെറിയ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് ടോക്കൺസ്. C++ന് 5 ടോക്കൺസ് ഉണ്ട്. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ടോക്കൺസ് ആർ സിമിലർ ടു വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്. കീവേഡ്സ്. Keywords are the words that convey a specific meaning to the compiler. കമ്പൈലറിന് സ്പെസിഫിക് മീനിങ് അറിയിക്കുന്ന വേർഡ്സ് ആണ് കീവേഡ്സ്. എക്സാമ്പിൾ ന്യൂ, if, else, go to, int, long, etc. സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന വേർഡ്സ് ആണ് കീവേഡ്സ്. അതുകൊണ്ട് കീവേഡ്സിനെ റിസർവ്ഡ് വേർഡ്സ് എന്നും പറയാം. യൂസറിന് കീവേഡ്സ് റീഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഐഡൻറ്റിഫയേഴ്സ്. Identifiers are user-defined words that are used to name different program elements such as memory locations, statements, functions, objects, classes, etc. Identifiers are the fundamental building blocks of a program. മെമ്മറി ലൊക്കേഷനും സ്റ്റേറ്റ്മെൻറ്റും ഫങ്ഷൻസും ഒബ്ജക്റ്റും ക്ലാസ്സും ഒക്കെ നെയിം ചെയ്യാനാണ് ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരു ലാംഗ്വേജിൻ്റെ ബേസിക് റിക്വയർമെൻ്റ് ആണ് ഐഡൻറ്റിഫയർ. മെമ്മറി ലൊക്കേഷനുള്ള ഐഡൻറ്റിഫയറിനെ വേരിയബിൾസ് എന്നും, സ്റ്റേറ്റ്മെൻറ്റ്സിനുള്ള ഐഡൻറ്റിഫയറിനെ ലേബൽസ് എന്നും, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനുള്ള ഐഡൻറ്റിഫയറിനെ ഫങ്ഷൻ നെയിം എന്നും വിളിക്കാം. Now let us see the rules for naming C++ identifiers. ഐഡൻറ്റിഫയറിൽ ലെറ്ററും ഡിജിറ്റും അണ്ടർസ്കോറും ഒക്കെ യൂസ് ചെയ്യാം. അണ്ടർസ്കോറിനെ ലെറ്റർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്യാരക്ടർ ലെറ്റർ ആവണമെന്ന് നിർബന്ധമുണ്ട്. വൈറ്റ് സ്പേസ് അലൗഡ് അല്ല. കീവേഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. C++ കേസ് സെൻസിറ്റീവ് ആണ്. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഡിഫറെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നൗ ഹിയർ ആർ സം എക്സാമ്പിൾസ് ഓൾസോ. വാലിഡ് ഐഡൻറ്റിഫയറും ഇൻവാലിഡ് ഐഡൻറ്റിഫയറും. അണ്ടർസ്കോർ യൂസ് ചെയ്യാൻ പറ്റും. ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സിന് 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ടു നം. ഫസ്റ്റ് ക്യാരക്ടർ ലെറ്റർ അല്ലാത്തതുകൊണ്ട് ടു നം ഇൻവാലിഡ് ആണ്. സെക്കൻഡ് എക്സാമ്പിൾ റോൾ നമ്പർ ഹൈഫൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. തേർഡ് വൺ എക്സിറ്റ് കീവേഡ് ആണ്. ലിറ്ററൽസ് ഓർ കോൺസ്റ്റൻസ്. ലിറ്ററൽസ് ആർ ഡാറ്റ ഐറ്റംസ് ദാറ്റ് നെവർ ചേഞ്ച് ദ വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ വാല്യൂ ചേഞ്ച് ചെയ്യാത്ത ഡാറ്റ ഐറ്റംസ് ആണ് ലിറ്ററൽസ്. ഇൻറ്റീജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽസ് ആൻഡ് സ്ട്രിംഗ് ലിറ്ററൽസ്. ഇൻറ്റീജർ ലിറ്ററൽ ഫ്രാക്ഷണൽ പാർട്ട് അല്ലെങ്കിൽ ഡെസിമൽ പോയിൻറ്റ്
ഇല്ലാത്ത ഹോൾ നമ്പേഴ്സ് ആണ് ഇൻറ്റീജർ ലിറ്ററൽസ്. ഫസ്റ്റ് വൺ ഡെസിമൽ with base 10, octal with base 8 and hexadecimal with base 16. A sequence of digits with 0 in the beginning is an octal integer. With a 0 and x is a hexadecimal integer, and with no 0 in the beginning is a decimal integer. Example, number 12 in a ഡെസിമലിൽ 12 എന്നും ഒക്ടലിൽ 014 എന്നും ഹെക്സാഡെസിമലിനെ 0xc എന്നും എഴുതാം. ഫ്ലോട്ടിംഗ് ലിറ്ററൽ ഓർ റിയൽ കോൺസ്റ്റൻറ്റ്. ഫ്രാക്ഷണൽ പാർട്ട് ഉള്ള നമ്പേഴ്സിനെയാണ് റിയൽ കോൺസ്റ്റൻറ്റ് എന്ന് വിളിക്കുന്നത്. ദേ ക്യാൻ ബി റിട്ടൺ ഇൻ 2 ഫോംസ്, ഫ്രാക്ഷണൽ ഫോം ആൻഡ് എക്സ്പൊണൻഷ്യൽ form. In fractional form, it consists of signed or unsigned digits, including a decimal point between digits. It must have at least one digit before and after the decimal point. Decimal point മുൻപ് ശേഷവും ഒരു ഡിജിറ്റെങ്കിലും നിർബന്ധമാണ്. And in exponential form, it consists of 2 parts, mantissa and exponent. മാൻറ്റിസ മസ്റ്റ് ബി ആൻ ഇൻറ്റീജർ ഓർ റിയൽ കോൺസ്റ്റൻറ്റ്. ഒന്നെങ്കിൽ ഒരു ഇൻറ്റീജർ ആവാം, അല്ലെങ്കിൽ ഒരു റിയൽ കോൺസ്റ്റൻ്റ് ആവാം. ദ മാൻറ്റിസ ഈസ് ഫോളോഡ് ബൈ എ ലെറ്റർ ഇ ആൻഡ് ദ എക്സ്പോണൻറ്റ്. ദ എക്സ്പോണൻറ്റ് മസ്റ്റ് ബി ആൻ ഇൻറ്റീജർ. ഹിയർ ഇൻവാലിഡ് റിയൽ കോൺസ്റ്റൻറ്റിന് എക്സാമ്പിൾ നോക്കൂ. ഫസ്റ്റ് വൺ 5.7 ഇ. എക്സ്പോണൻറ്റ് പാർട്ടിൽ ഇൻറ്റീജർ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. സെക്കൻഡ് കേസിൽ എക്സ്പോണൻറ്റ് പാർട്ടിൽ റിയൽ വാല്യൂ ആണ് റിയൽ കോൺസ്റ്റൻ്റ് ആണ് കൊടുത്തിരിക്കുന്നത്, അതായത് ഡെസിമൽ പോയിൻ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് ഇൻവാലിഡ് ആണ്. തേർഡ് വൺ 7, ഡെസിമൽ പോയിൻ്റേ ഇല്ല, അത് ഇൻറ്റീജർ ആണ്, റിയൽ കോൺസ്റ്റൻ്റ് അല്ല. ഫോർത്ത് വൺ 7 പോയിൻറ്റ്, ഡെസിമൽ കഴിഞ്ഞിട്ടൊരു വാല്യൂ കൊടുത്തിട്ടില്ല, അതുകൊണ്ടത് ഇൻവാലിഡ് ആണ്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്. A character enclosed in single quotes is a character constant. നമുക്ക് കീബോർഡ് യൂസ് ചെയ്ത് ഡയറക്റ്റായി ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ്, അതായത് ടാബ്, ന്യൂ ലൈൻ എക്സെട്ര ടൈപ്പ് ചെയ്യാൻ എസ്കേപ്പ് സീക്വൻസ് യൂസ് ചെയ്യാം. എസ്കേപ്പ് സീക്വൻസ് കൺസിസ്റ്റ് ഓഫ് എ / ആൻഡ് 1 or more ക്യാരക്ടേഴ്സ്. ഈ എസ്കേപ്പ് സീക്വൻസിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും അത് റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ആസ്കി കോഡേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് എസ്കേപ്പ് സീക്വൻസിനെ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സിംഗിൾ കോഡ്സ്, ഡബിൾ കോഡ്സ്, \, കീബോർഡ് യൂസ് ചെയ്ത് ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാമെങ്കിലും സ്പെസിഫിക് മീനിങ് ഉള്ളതുകൊണ്ട് എസ്കേപ്പ് സീക്വൻസ് യൂസ് ചെയ്ത് വേണം ടൈപ്പ് ചെയ്യാൻ. എസ്കേപ്പ് സീക്വൻസ് \b ബാക്ക്സ്പേസിന്, \n ന്യൂ ലൈനിന്, \t ഹൊറിസോണ്ടൽ ടാബിന്, \v വെർട്ടിക്കൽ ടാബിന്, സിംഗിൾ കോഡ്സിന് സിംഗിൾ കോഡ്സ്, ഡബിൾ കോഡ്സിന് വേണ്ടിയും, ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഡിസ്പ്ലേ ചെയ്യാൻ \, നൾ ക്യാരക്ടറിന് \0, etc. String literals or multi-character constant. ഡബിൾ കോഡ്സിനുള്ളിൽ കൊടുക്കുന്ന ക്യാരക്ടേഴ്സ് ആണ് സ്ട്രിങ് ലിറ്ററൽസ്. അറേ ഓഫ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് സ്ട്രിങ് ലിറ്ററലിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഡീഫോൾട്ടായിട്ട് ഒരു സ്ട്രിങ് ലിറ്ററലിൻ്റെ അവസാനം \0 ഓർ സ്ട്രിങ് ടെർമിനേറ്റർ ആഡ് ചെയ്യപ്പെടും. ടു സ്റ്റോർ ദ വേർഡ് ഹലോ, ആക്ച്വലി 6 bytes ആർ റിക്വയർഡ്. ഈ ഹലോ എന്നുള്ള വേർഡ് ടൈപ്പ് ചെയ്യാൻ HELLO 5 bytes മതി. അതിൻ്റെ കൂടെ 1 byte സ്ട്രിങ് ടെർമിനേറ്ററിലെ \0 ആഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഹിയർ ഇൻ ദിസ് എക്സാമ്പിൾ, ഫസ്റ്റ് വൺ ഹലോ ഫ്രണ്ട്സ്, ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അത് വാലിഡ് ആണ്. ദ നമ്പർ 1 2 3, അത് നമ്പർ ആണെങ്കിൽ പോലും ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് അതിനെ സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്.
ദെൻ C++ എന്ത് തന്നെയായാലും ഡബിൾ കോട്ട്സിനുള്ളിൽ കൊടുത്താൽ അതിനെ സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ലാസ്റ്റ് വൺ ബേബീസ് ഡേ ഔട്ട്. ബേബി കഴിഞ്ഞ് അപ്പസ്ട്രോഫി എസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് / ഇട്ടിട്ട് സിംഗിൾ കോട്ട്സ് കൊടുത്തിരിക്കുന്നത്. Punctuators or separators. Punctuators are the symbols used as punctuation marks and as separators. Separatorsന് punctuation markനൊക്കെ യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് punctuators. ബ്രാക്കറ്റ്സും പരാന്തസിസും ബ്രേസസും കോമാസും സെമിക്കോളനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പറേറ്റേഴ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് കാൽക്കുലേഷനും ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടോക്കൺസ് ആണ് ഓപ്പറേറ്റേഴ്സ്. Operators are the tokens that trigger some computation when applied to variables and other objects in an expression. An operator is applied on a set of data called operands. For example, 3 plus 2. Here 3 and 2 are the operands and plus is the operator. 3 plus 2 3യും 2വും operands ആണ് and plus ആണ് അതിലെ operator. The operators may be unary, binary or ternary. An unary operator requires only one operand. Binary operator requires 2 operands and ternary operator requires 3 operands. There are different types of operators like arithmetic operators, relational operators, logical operators, assignment operators, etc. പ്രോഗ്രാംസ് എഴുതി തുടങ്ങുമ്പോൾ ഈ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയറായിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.